മാണ്ഡവ്യ മഹർഷി എങ്ങനെയാണ് അണിമാണ്ഡവ്യ മഹർഷി ആയതെന്നുള്ള കഥ അറിയാമോ? ഒരിക്കൽ മാണ്ഡവ്യ മഹർഷി തന്റെ ആശ്രമത്തിനു മുന്നിൽ മൗനവ്രതമിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് രാജകൊട്ടാരത്തിൽ മോക്ഷണം നടത്തിയ ഒരു കൂട്ടം കള്ളന്മാർ രാജഭടന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ആശ്രമത്തിലെത്തി. അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന മോഷ്ടിച്ച മുതലുകൾ ആശ്രമത്തിന്റെ ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം അവിടെ തന്നെ ഒളിച്ചിരുന്നു. പിന്നാലെ എത്തിയ രാജഭടന്മാർ മാണ്ഡവ്യ മഹർഷിയോട് കള്ളന്മാരെ കുറിച്ച് ചോദിച്ചെങ്കിലും മൗനവ്രതത്തിലായിരുന്ന മഹർഷി മറുപടിയൊന്നും നൽകിയില്ല. തുടർന്ന് ആശ്രമത്തിൽ നടത്തിയ തിരച്ചിലിൽ ഭടന്മാർ കള്ളന്മാരെയും മോഷ്ടിച്ച മുതലുകളും കണ്ടെത്തി. മൗനമിരുന്ന മഹർഷിയും കള്ളന്മാരുടെ കൂട്ടാളിയാണെന്ന് തെറ്റിദ്ധരിച്ച ഭടന്മാർ അദ്ദേഹത്തെയും ബന്ധനസ്ഥനാക്കി രാജാവിന്റെ മുന്നിലെത്തിച്ചു. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ രാജാവ് എല്ലാവരെയും ശൂലത്തിലേക്കാൻ ഉത്തരവിട്ടു. കള്ളന്മാരോടൊപ്പം മാണ്ഡവ്യ മഹർഷിയെ ഒരു വലിയ ഇരുമ്പ് ശൂലത്തിൽ തറച്ചു. എന്നാൽ തന്റെ തപശക്തി കൊണ്ട് മഹർഷി മരിക്കാതെ ആ ശൂലത്തിൽ തന്നെ തപസ് തുടർന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഇതറിഞ്ഞ രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി മഹർഷിയോട് മാപ്പിരന്നു. ഭടന്മാർ അദ്ദേഹത്തെ ശൂലത്തിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരത്തിൽ തറച്ച ശൂലം പൂർണ്ണമായി പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ശൂലത്തിന്റെ അഗ്രം മഹർഷിയുടെ ശരീരത്തിനുള്ളിൽ തന്നെ ശേഷിച്ചു. ശരീരത്തിൽ അണി അഥവാ ശൂലത്തിന്റെ മുന ബാക്കിയായതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് അണിമാണ്ഡവ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നീട് തന്റെ തപശക്തിയാൽ യമധർമ്മന്റെ സന്നിധിയിലെത്തിയ മഹർഷി നിരപരാധിയായ തനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ ലഭിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ യമധർമ്മൻ പറഞ്ഞു, അങ്ങ് ബാലനായിരുന്നപ്പോൾ ഒരു തുമ്പിയെ പിടിച്ചു. അതിന്റെ പിൻഭാഗത്ത് ചെറിയൊരു പുൽക്കൊടി തറച്ചിരുന്നു. അതിന്റെ ഫലമായാണ് ഇപ്പോൾ അങ്ങേക്ക് ശൂലത്തിലേറേണ്ടി വന്നത്. ഇതു കേട്ട മഹർഷി കോപിതനായി. അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ പാപമായി കണക്കാക്കാൻ പാടില്ലെന്നും ചെറിയൊരു തെറ്റിന് വലിയൊരു ശിക്ഷ നൽകിയത് നീതിയല്ലെന്നും പറഞ്ഞ് അദ്ദേഹം യമധർമ്മനെ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം കാരണമാണ് യമധർമ്മൻ ഭൂമിയിൽ വിദൂരരായി ജനിച്ചത് എന്നാണ് പുരാണം പറയുന്നത്.